യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള ചർച്ചകൾ അമേരിക്കയുമായി പുരോഗമിക്കുകയാണെന്ന് റഷ്യ. ഇന്നലെ വ്ളാഡിമിർ പുടിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് മറുപടി പറയുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ നിലപാടുകൾ റഷ്യ അംഗീകരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അമേരിക്കയുടെ നിലപാടുകൾ ഒരു വശത്ത് റഷ്യ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പുടിനും സെലൻസ്കിയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം NBC ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരുന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ക്രെഡിബിലിറ്റി പുടിൻ ചോദ്യം ചെയ്തതായിരുന്നു ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അമേരിക്കയും റഷ്യയും സമാധാന ചർച്ചകൾ നടത്തുമ്പോൾ യുക്രൈനിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിതമാകണമെന്നായിരുന്നു പുടിന്റെ ആവശ്യം. അപ്പൊ ഇതിനോട് ട്രംപ് പ്രതികരിച്ചത്, വേണ്ടി വന്നാൽ റഷ്യയിൽ നിന്ന് വരുന്ന എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് 25 മുതൽ 50% വരെ ഒരു രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. ഇതോടെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുവാൻ റഷ്യ നിർബന്ധിതമായിരിക്കുകയാണ്. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള ചർച്ചകൾ അമേരിക്കയുമായി ഒരു വശത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിനായിട്ടുള്ള ആശയങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും നയതന്ത്ര തലത്തിലൊക്കെ പങ്കുവെക്കുന്നുണ്ടെന്നും റഷ്യ ഇന്നലെ പറയുകയുണ്ടായി. അതിലുപരി കഴിഞ്ഞ ഭരണകാലത്ത്, അതായത് ബൈഡന്റെ സമയത്ത് തകർന്നുപോയ റഷ്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി തുടർ ചർച്ചകൾക്കായി പുടിൻ തയ്യാറാണെന്നും റഷ്യയുടെ ഔദ്യോഗിക വക്താവ് ഡെമിട്രി പെസ്കോവ് ആണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതുവരെയും എന്നാൽ പറയത്തക്ക രീതിയിലുള്ള ഒരു പുരോഗതി ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. വിഷയത്തിന്റെ സങ്കീർണത നോക്കുമ്പോൾ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക അത്ര എളുപ്പമല്ല, ഒരുപാട് സമയമെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തീരുമാനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ ചർച്ച ചെയ്യുവാൻ പുടിൻ തയ്യാറാണെന്നും റഷ്യ പറയുന്നു. ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെലൻസ്കിയും പുടിനും ഓരോ ദിവസവും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതാണ് ഈ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.